ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു രാജ്യത്തെ മുഴുവനും ഞെട്ടിപ്പിച്ച ഒരു സംഭവം. കോടതി പോലും ഇതിനെ അപൂർവങ്ങളിൽ അപൂർവമായ കേസെന്ന് പ്രഖ്യാപിച്ചു. മനുഷ്യത്വം തൊട്ട് തീണ്ടാത്ത പഞ്ചാബിലെ ഈ നാണം കെട്ട സംഭവം നടന്നത് 2021 നവംബർ മാസം 28 ഉച്ചയ്ക്ക് ലുധിയാനയിലായിരുന്നു. ഒരു സെക്യൂരിറ്റി ഗാർഡ് തന്റെ ദിനചര്യ ആരംഭിച്ചു. ഹൈവേയുടെ സൈഡിൽ ഡ്യൂട്ടിക്കിരിക്കുകയായിരുന്നു. അപ്പോൾ അയാൾ ഒരു സ്ത്രീയെയും 2-3 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുഞ്ഞിനെയും കണ്ടു. അവർ ഒരു സ്കൂട്ടറിൽ പോവുകയായിരുന്നു. ആളുകളും അതുവഴി പോകുന്നത് പതിവായിരുന്നു. എന്നാൽ സെക്യൂരിറ്റി ഗാർഡിന് അതല്പം വിചിത്രമായി തോന്നിയതിന് കാരണം അവർ പോകുന്ന ആ ദിശയായിരുന്നു. ഹൈവേയിൽ നിന്നും അകത്തോട്ട് ഒരു മൺപാത ഉണ്ട്. അവിടെ അങ്ങനെ ആൾ സഞ്ചാരം അധികമൊന്നുമില്ല. കെട്ടി പൂർത്തിയാകാത്ത പ്ലോട്ടുകൾ അവിടെയുണ്ട്. പിന്നെ കാടും. വിചിത്രമായി തോന്നിയെങ്കിലും ആ സമയം അയാൾ അത് കാര്യമാക്കിയില്ല. ഒരു അരമണിക്കൂറുകൾക്ക് ശേഷം ആ യുവതി അതേ വഴി തിരികെ വന്നു. പക്ഷെ ഇപ്പോഴായിരുന്നു സെക്യൂരിറ്റിക്ക് ഒരു സംശയം തോന്നിയത്. യഥാർത്ഥത്തിൽ പോകുമ്പോൾ ആ സ്ത്രീയോടൊപ്പം ഒരു പെൺകുഞ്ഞുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ തനിച്ചാണ് വരുന്നത്. ഇത് കാരണം സെക്യൂരിറ്റി അല്പം ഒന്ന് ചിന്തിച്ചു. ഇത്രയും ദുർഘടമായ പാതയിൽ ആ കുഞ്ഞ് എവിടെ പോയിട്ടുണ്ടാകും? സത്യത്തിൽ ആ സ്ത്രീയോടൊപ്പം ആ കുഞ്ഞുണ്ടായിരുന്നോ? അങ്ങനെ ഉണ്ടെങ്കിൽ കുഞ്ഞിനെ ആ സ്ത്രീ ഉപേക്ഷിച്ചതാണോ? അവൾ ആർക്കെങ്കിലും ആ കുഞ്ഞിനെ വിറ്റിട്ടുണ്ടാകുമോ? കുഞ്ഞിന് എന്ത് സംഭവിച്ചിട്ടുണ്ടാകും? ഇങ്ങനെ പല ചോദ്യങ്ങൾ ആ സെക്യൂരിറ്റിയുടെ മനസ്സിൽ വന്നു പോകാൻ തുടങ്ങി. ഏറെ നേരം ചിന്തിച്ചിട്ട് സെക്യൂരിറ്റിയും അതേ വഴി നടക്കാൻ തുടങ്ങി. അയാൾക്ക് സ്വയം അയാളെ തടയാൻ പോലും സാധിച്ചില്ല. കാരണം മനസ്സിൽ അത്രയേറെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്നും കഷ്ടിച്ച് ഒരു 30-40 മീറ്റർ നടന്നു പോകുമ്പോൾ ആ കുഞ്ഞിന്റെ കാൽപ്പാടുകൾ ആ സെക്യൂരിറ്റി ശ്രദ്ധിച്ചു. ഇപ്പൊ സെക്യൂരിറ്റി ഒരു കാര്യം ഉറപ്പിച്ചു: സ്ത്രീയോടൊപ്പം കുഞ്ഞ് വന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അവൾ ആ കുഞ്ഞിനെ ഇവിടെ എവിടെയെങ്കിലും ഉപേക്ഷിച്ചതാണോ? പക്ഷെ അതിനുശേഷം ആ കുഞ്ഞിന്റെ കാൽപ്പാടുകൾ അപ്രത്യക്ഷമായി. ചുറ്റുമുള്ള പ്രദേശങ്ങളിലെല്ലാം ഒരല്പസമയം നടന്ന് തിരിഞ്ഞു നോക്കി. എന്നാൽ കുഞ്ഞിനെ എവിടെയും കണ്ടെത്താനാകാത്തത് കൊണ്ട് സെക്യൂരിറ്റിയും തിരികെ പോയി. പക്ഷേ ആ സെക്യൂരിറ്റിക്ക് അറിയില്ലായിരുന്നു അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസിനാണ് താൻ സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് എന്ന്. താൻ കൃത്യസമയത്ത് അവിടെ എത്തിയിരുന്നെങ്കിൽ, കൂടുതൽ നടപടിയെടുത്തിരുന്നെങ്കിൽ തീർച്ചയായും ഒരു കുഞ്ഞിനെ രക്ഷിക്കാമായിരുന്നു എന്ന്. 2021 പഞ്ചാബിനെ ഞെട്ടിച്ച, മുഴുവൻ മനുഷ്യരാശിയും നാണം കെടുത്തിയ വളരെ ക്രൂരമായൊരു സംഭവത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് അറിയാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്ന മുൻപായി നിങ്ങളെ സമയം 2 സെക്കൻഡ് എനിക്ക് വേണ്ടി മാറ്റിവെച്ച് ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. നിങ്ങൾ തരുന്ന ലൈക്കും കമന്റും ആയിരിക്കും എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ മോട്ടിവേഷൻ. മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ കൊണ്ടെത്തിക്കാനും അത് സഹായിക്കും. ലുധിയാന നഗരത്തിലെ ഷിംലാപുരിയിൽ ഹർപ്രീത് സിംഗിന്റെയും കിരൺ കൗറിന്റെയും 2.5 വയസ്സുള്ള മകളാണ് ദിൽറോസ് കൗർ. ദിൽറോസിന് അമർപ്രീത് എന്ന ഒരു സഹോദരനുണ്ട്. ഹർപ്രീത് സിംഗും അച്ഛനും ഭാര്യയും 2 മക്കളും വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കുകയായിരുന്നു. ദിൽറോസ് ഏറ്റവും പ്രായം കുറഞ്ഞ മകളായിരുന്നു. എല്ലാവരുടെയും പ്രിയപ്പെട്ടവളായിരുന്നു. എല്ലാവർക്കും അവരെ ഒരുപാട് ഇഷ്ടമായിരുന്നു. എന്നാൽ ആ വർഷം നവംബർ മാസം 28 ആ കുടുംബത്തിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം ആരും സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടുണ്ടാകില്ല. ഉച്ചകഴിഞ്ഞ് ദിൽറോസ് സ്വന്തം വീടിന് പുറത്തുനിന്ന് കളിക്കുകയായിരുന്നു. അല്പസമയത്തിന് ശേഷം മുത്തശ്ശൻ അവളെ വിളിക്കാനായി ചെന്നപ്പോൾ ദിൽറോസ് അവിടെ ഇല്ല. പരിസര പ്രദേശങ്ങളിലെല്ലാം അവളെ തിരഞ്ഞു. എന്നാൽ അവിടെയെങ്കിലും കാണാത്തത് കൊണ്ട് ദിൽറോസിന്റെ മുത്തശ്ശൻ ഷമീന്ദർ സിംഗ് അവളെ കാണാനില്ല എന്ന് അവളുടെ അമ്മയെ അറിയിച്ചു. അമ്മയായ കൗറും അവൾക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിലുകൾ നടത്തി. കൂടാതെ അയൽപ്പക്കത്തെ വീടുകളിൽ പോയി തിരഞ്ഞു നോക്കി. സമയം ഒരുപാട് കഴിഞ്ഞിട്ടും ദിൽറോസിനെ കാണാനില്ല. എല്ലാവരുടെ ആശങ്ക ഇവിടെ കൂടി വന്നു. ദിൽറോസിനെ കുറിച്ച് യാതൊരു തുമ്പും ലഭിച്ചിട്ടില്ല. അവൾ സാധാരണ വീടിന് പുറത്തും പരിസരത്തും കളിക്കുന്നതാണ്. പക്ഷേ ഇങ്ങനെ കാണാതാകുന്നത് ആദ്യമായിട്ടാണ്. ഇപ്പൊ നിങ്ങൾക്കൊരു ചിന്ത വരാം, അവളുടെ അച്ഛൻ ഹർപ്രീത് സിംഗ് എവിടെ പോയെന്ന്. പഞ്ചാബ് പോലീസിലെ ഹെഡ് കോൺസ്റ്റബിൾ ആയിരുന്നു ഹർപ്രീത് സിംഗ്. ഡ്യൂട്ടിയിലായിരുന്ന അയാൾക്ക് വീട്ടിൽ നിന്നും പെട്ടെന്നൊരു കോൾ വന്നു, മകൾ ദിൽറോസിനെ കാണാനില്ല എന്ന്. ഇത് കേട്ട് ഹർപ്രീത് സിംഗിന് വിശ്വസിക്കാൻ സാധിച്ചില്ല. അവൾ അവിടെ എവിടെയെങ്കിലും കാണും, കളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടാകും, തിരിഞ്ഞു നോക്കാൻ ആവശ്യപ്പെട്ടു. പക്ഷെ ഭാര്യ ആ സാഹചര്യം വിവരിച്ച് പറഞ്ഞു കൊടുത്തു. ആ സമയത്ത് താൻ ഒരു പോലീസ് എന്ന നിലയിൽ ചിന്തിച്ചു നോക്കിയപ്പോൾ കാര്യം ഗൗരവമുള്ളതാണെന്ന് മനസ്സിലായി. എത്രയും പെട്ടെന്ന് മകളെ കണ്ടെത്തണം. അതിനാൽ സമയം കളയാതെ മറ്റു പോലീസ് ഉദ്യോഗസ്ഥർക്ക് വിവരം അറിയിക്കുകയും ഡ്യൂട്ടിയിൽ നിന്നും ഇറങ്ങി. നേരെ ഹർപ്രീത് സിംഗ് വീട്ടിലേക്ക് എത്തി. അയാളുടെ ഭാഗത്തു നിന്നും തിരച്ചിൽ നടത്തി. അയൽപ്പക്കത്തുള്ളവരെല്ലാം ദിൽറോസിനെ തിരയുകയായിരുന്നു. ഉടനെ ഒരു പോലീസ് സംഘം വീട്ടിലേക്ക് വന്നു. പോലീസ് അടുത്ത ഘട്ടമായി CCTV ദൃശ്യങ്ങൾക്കായിട്ടുള്ള തിരച്ചിൽ നടത്തി. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിന് ശേഷം അവർക്ക് ആ ദൃശ്യങ്ങളും ലഭിച്ചു.
അതിൽ ഒരു സ്ത്രീ ദിൽറോസിനെ സ്കൂട്ടറിൽ കയറ്റുന്നുണ്ട്. ഡൽഹിയിലെ അമൃത്സർ ഹൈവേയിലേക്കാണ് പോകുന്നത്. ഹൈവേയിൽ നിന്ന് അകത്തേക്ക് പോയതിനു ശേഷമുള്ള ദൃശ്യങ്ങളൊന്നും പോലീസിന് ലഭിച്ചിട്ടില്ല. ഇപ്പൊ പോലീസ് സംഘം ഹർപ്രീതിന്റെ വീട്ടിലേക്ക് ആ ഫൂട്ടേജ് അയക്കുന്നു. വീട്ടിലുള്ളവരോട് അത് കാണാൻ ആവശ്യപ്പെടുന്നു. ആ സ്ത്രീയെ അറിയാമോ എന്ന് ചോദിക്കുന്നു. സത്യത്തിൽ ആ CCTV ദൃശ്യങ്ങൾ കണ്ട കുടുംബം മുഴുവനും ഞെട്ടി. കാരണം അത് അവരുടെ അയൽവാസി തന്നെയായിരുന്നു. സത്യത്തിൽ അതേസമയം ആ അയൽവാസിയും വിഷമിച്ച് ദിൽറോസിനെ തിരയുകയായിരുന്നു. ആ സ്ത്രീയുടെ പേര് നീലം. ഉടനെ പോലീസും ആ സ്ത്രീയുടെ മകനെ വിളിച്ച് ചോദിച്ചു. അവനും അമ്മയാണ് അവളെ കൂട്ടിക്കൊണ്ട് പോയത് എന്ന് പറഞ്ഞു. പക്ഷേ നീലത്തെ വിളിച്ച് പോലീസ് ചോദിച്ചപ്പോൾ ദിൽറോസിനെ കുറിച്ച് ഒന്നും അറിയില്ല എന്ന് അവൾ നിഷേധിച്ചു. ഇപ്പൊ പോലീസ് ഉറപ്പിച്ചു ഇവൾ തന്നെയാണ് ദിൽറോസിനെ എന്തോ ചെയ്തത് എന്ന്. ഉടൻ തന്നെ 35 വയസ്സുള്ള നീലം എന്ന സ്ത്രീയെ പോലീസ് അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ തുടങ്ങി. തുടക്കത്തിൽ അവൾ ആ കേസന്വേഷണവുമായി അല്പം പോലും സഹകരിച്ചില്ല. നിങ്ങൾ പറയുന്നതെല്ലാം കള്ളമാണ്, താൻ ദിൽറോസിനെ കണ്ടിട്ടേ ഇല്ല എന്ന് അവൾ ആവർത്തിച്ച് പറഞ്ഞു. ശരിയായ ഉത്തരം നൽകിയേയില്ല. ഇപ്പൊ അവസാനം പോലീസ് അവർക്ക് ലഭിച്ച CCTV ദൃശ്യങ്ങൾ അവളെ കാണിച്ചു. ഈ സമയം നീലത്തിന് മനസ്സിലായി ഇനി ഒന്നും ഒളിപ്പിക്കാൻ കഴിയില്ല എന്ന്. പോലീസും അവരുടേതായ രീതിയിൽ ചോദ്യം ചെയ്യൽ ആരംഭിച്ചു. സത്യത്തിൽ പോലീസ് ആ സമയം ചിന്തിച്ചത് ഇത്രയും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ CCTV ദൃശ്യങ്ങൾ ലഭിക്കുകയും അതിൽ നിന്ന് പ്രതിയെ പിടികൂടുകയും ചെയ്തു. മറ്റ് പല കേസുകളിൽ ഇതിനൊക്കെ കുറെ സമയമെടുക്കും. പക്ഷേ പ്രതി ഇപ്പോൾ തങ്ങളുടെ കൺമുൻപിൽ തന്നെ ഉണ്ട്. അതിനാൽ ഒരു ആശ്വാസത്തിന്റെ നെടുവീർപ്പിലായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നത്. ആ പെൺകുഞ്ഞിനെ കണ്ടെത്തി എന്ന് തന്നെ അവർ വിശ്വസിച്ചു. മറുവശത്ത് ഹർപ്രീതും കുടുംബവും തന്റെ മകൾ ദിൽറോസിന്റെ അടുത്തേക്ക് എത്താനായി കാത്തുകൊണ്ടിരുന്നു. അങ്ങനെ പോലീസ് നീലത്തോട് കുഞ്ഞിനെ കാണിക്കാൻ ആവശ്യപ്പെട്ടു. അവളും എന്റെ കൂടെ വന്നാൽ മതി, ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞു. അങ്ങനെ പോലീസും സംഘവും കുഞ്ഞിന്റെ കുടുംബവും അവൾ കൂട്ടിക്കൊണ്ടുപോകുന്ന സ്ഥലത്തേക്ക് പോകാൻ തുടങ്ങി. ഷിംലാപുരി ഹൈവേയിൽ നിന്നും ഏകദേശം 13 കിലോമീറ്റർ അകലെയായിരുന്നു അവൾ പോയത്. അവിടെ നിന്നും ഉള്ളിലേക്ക് ദുർഘടമായ ഒരു പാതയിലേക്ക് പോയി. അവിടെ എത്തിയതും പോലീസുകാരും കുടുംബവും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ തുടങ്ങി. അവിടെ മനുഷ്യ സഞ്ചാരമേ ഇല്ല. നീലം അവിടെയുള്ള ഒരു ഒഴിഞ്ഞ പ്ലോട്ടിലേക്കാണ് പോയത്. പെട്ടെന്ന് നീലം അവിടെ നിന്നു. എന്നിട്ട് ഒരു ഭാഗത്തെ നോക്കി ചൂണ്ടിക്കാണിച്ചു. അവൾ ചൂണ്ടിയ ആ പ്രദേശത്ത് പുതുതായി കുഴിച്ച ഒരു കുഴിയിൽ ചെറിയൊരു പുല്ലുണ്ടായിരുന്നു. നീലം ചൂണ്ടിക്കാണിച്ചപ്പോൾ തന്നെ ഹർപ്രീത് ആ കുഴിയെ നോക്കി ഓടാൻ തുടങ്ങി. അവൻ വേഗം ആ കുഴിയിൽ നിന്നും മണ്ണ് മാറ്റാൻ തുടങ്ങി. അതേസമയം പോലീസുകാർക്ക് അവിടെ നിന്നും ദിൽറോസിന്റെ ഒരു ഷൂ ലഭിച്ചു. വളരെ വേഗത്തിൽ മണ്ണ് നീക്കം ചെയ്തുകൊണ്ടിരുന്ന ഹർപ്രീതിന്റെ കയ്യിൽ പെട്ടെന്ന് എന്തോ ഒന്ന് തട്ടി. അത് മറ്റൊന്നുമല്ല, സ്വന്തം മകൾ ദിൽറോസിന്റെ കൈയായിരുന്നു. അതെ, ദിൽറോസിനെ നീലം ജീവനോടെ കുഴിയിൽ കുഴിച്ചു മൂടുകയായിരുന്നു. ഹർപ്രീതും സ്വന്തം മകളെ ആ കുഴിയിൽ നിന്നും പുറത്തേക്കെടുത്തു. അവിടെ നിന്നിരുന്ന എല്ലാവരുടെ ഹൃദയവും ആ സെക്കൻഡ് നിലച്ചുപോയി. എല്ലാവരെ പോലെ ഹർപ്രീതിന്റെ വായിൽ നിന്നും ശബ്ദമൊന്നും വന്നില്ല. അടുത്ത് എന്ത് സംഭവിച്ചിട്ടുണ്ടാകുമെന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക. ദിൽറോസിന്റെ അച്ഛൻ ഹർപ്രീത് മോശമായ ഒരു മാനസികാവസ്ഥയിലേക്ക് മാറി. കൈകൾ കൊണ്ട് മുഖം പൊത്തി മുട്ടുകുത്തിയിരുന്നു. മകളെ നെഞ്ചോട് ചേർത്തു. അവൾക്ക് തലയിൽ സാരമായ പരിക്കേറ്റിട്ടുണ്ട്. വായ്ക്കുള്ളിൽ ചെളിയും മണ്ണും നിറച്ചു വെച്ചിട്ടുണ്ട്. എങ്കിലും ശരീരത്തിൽ ചൂടുണ്ടായിരുന്നു. അവളുടെ ഹൃദയത്തിന് അപ്പോഴും തുടിപ്പുണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാവർക്കും എന്തോ ഒരു പ്രതീക്ഷ കൈവന്നതുപോലെ. പോലീസ് പെട്ടെന്ന് തന്നെ അവളെ വാരിയെടുത്ത് പോലീസ് വാഹനത്തിൽ അവളെ തൊട്ടടുത്ത് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ആശുപത്രിയിൽ എത്തുന്നതിന് മുൻപ് തന്നെ ആ ചെറിയ ഹൃദയം നിലച്ചിരുന്നു. പിന്നീട് ഇതിലെ പ്രധാന സാക്ഷി അവിടെ ഉണ്ടായിരുന്ന സുരക്ഷാ ജീവനക്കാരനാണെന്ന് കണ്ടെത്തി. അതായത് വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ ഹൈവേയിൽ ഉണ്ടായിരുന്ന സെക്യൂരിറ്റിയെ കുറിച്ച് പറഞ്ഞല്ലോ. അയാൾ മറുവശത്ത് ചെക്ക് പോസ്റ്റിൽ ഡ്യൂട്ടിയിലായിരുന്നു. പോലീസിനെ കണ്ടയുടനെ അയാൾ വന്ന് കാര്യം അന്വേഷിച്ചു. സംഭവിച്ച കാര്യങ്ങൾ പോലീസ് പറയുന്നത് കേട്ടിട്ട് ഒരു കുഞ്ഞുമായി ഒരു സ്ത്രീ ഇതുവഴി പോകുന്നത് താൻ കണ്ടുവെന്നും തിരികെ പോയപ്പോൾ ആ സ്ത്രീ മാത്രമായിരുന്നു പോയത്. സംശയം തോന്നി ഞാനും അവിടെ പോയി നോക്കി. കുഞ്ഞിന്റെ കാൽപ്പാടുകൾ ഞാൻ കണ്ടു. എന്നാൽ എത്ര തിരഞ്ഞിട്ടും കുഞ്ഞിനെ ഞാൻ കണ്ടില്ല. അതിനാൽ ഞാൻ തിരികെ പോയി. 10 മിനിറ്റ് നേരത്തെയെങ്കിലും എനിക്ക് എത്താൻ സാധിച്ചിരുന്നെങ്കിൽ ആ കുഞ്ഞിനെ രക്ഷിക്കാമായിരുന്നു എന്ന് അയാൾ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ പോലീസുകാർക്ക് പോലും വല്ലാത്തൊരു വിഷമം തോന്നിപ്പോയി. ആദ്യം IPC സെക്ഷൻ 364 കൊല്ലാനുള്ള ഉദ്ദേശത്തോടുകൂടി തട്ടിക്കൊണ്ടുപോകൽ പ്രകാരം പോലീസ് കേസെടുത്തു. പിന്നീട് പിഞ്ചു കുഞ്ഞിന്റെ മരണത്തെക്കുറിച്ച് സ്ഥിരീകരിച്ചതിനു ശേഷം സെക്ഷൻ 302 കൊലപാതകം, 201 തെളിവ് നശിപ്പിക്കൽ എന്നിവ കൂടെ കൂട്ടിച്ചേർത്തു. എന്നാൽ അപ്പോഴും പോലീസിനുണ്ടായൊരു ചോദ്യം, നീലം നിരപരാധിയായ ഒരു കുഞ്ഞിനെ ഇത്ര ക്രൂരമായി കൊന്നതിന്റെ കാരണം എന്ത്? ആ ഒരു കാരണം അവൾ തന്നെ പറഞ്ഞു. അത് കേട്ടപ്പോഴാണ് എല്ലാവരും ഒന്നടങ്കം ഞെട്ടിപ്പോയത്. വളരെ സന്തുഷ്ടമായ ഒരു കുടുംബമായിരുന്നു സിംഗിന്റേത്. സാമ്പത്തിക സ്ഥിതിയും മികച്ചതായിരുന്നു. മറ്റൊരു ഭാഗത്ത് നീലമാകട്ടെ ഭർത്താവിൽ നിന്നും വേർപിരിഞ്ഞ സ്ത്രീയാണ്. 8ഉം 10ഉം വയസ്സുള്ള 2 മക്കളുടെ അമ്മയാണ്. വിവാഹമോചിതയായ നീലം ഒറ്റയ്ക്കായിരുന്നു മക്കളെ നോക്കിയിരുന്നത്. ഹർപ്രീത് സിംഗിന്റെ ആ 2 മക്കളെയും
അവരുടെ വീട്ടുകാരും ആ പ്രദേശവാസികൾ എല്ലാവരും ഒരുപോലെ സ്നേഹിച്ചിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്കും ഹർപ്രീതിനോട് വലിയ ബഹുമാനമായിരുന്നു. ഹർപ്രീത് സിംഗും സ്വന്തം മക്കൾക്ക് ചോക്ലേറ്റും കളിപ്പാട്ടങ്ങളുമെല്ലാം എല്ലാ ദിവസവും വാങ്ങിക്കൊണ്ടുവരും. അവരും അത് വെച്ച് കളിക്കും. നേരെ മറിച്ച് നീലത്തിന്റെ മക്കൾ അല്പം വികൃതിക്കാരായിരുന്നു. അയൽപ്പക്കത്തുള്ളവർ തുടർന്ന് പരാതികൾ മാത്രമായിരുന്നു അവരെക്കുറിച്ച് പറഞ്ഞിരുന്നത്. അവരെ വഴക്ക് പറയുമ്പോൾ ഹർപ്രീത് സിംഗിന്റെ മക്കളെ പുകഴ്ത്തി പറയുകയും ചെയ്യും. അവരെ നോക്കി പഠിക്കെന്ന് ഉപദേശിക്കും. ഒരു ദിവസം എന്തോ തെറ്റ് കാണിച്ചതുകൊണ്ട് ഹർപ്രീത് സിംഗിന്റെ ഭാര്യ നീലത്തിന്റെ മക്കളെ ശകാരിച്ചു. ഇവിടെ മുതലായിരുന്നു നീലത്തിന് ആ കുടുംബത്തോട് ഒരു ദേഷ്യവും പകയും തോന്നി തുടങ്ങിയത്. ഇങ്ങനെ എല്ലാ ദിവസവും ആ കുഞ്ഞുങ്ങൾ കാരണം ആ പ്രദേശത്ത് പരാതികൾ ഉണ്ടാകും. വിവാഹമോചനത്തിന് ശേഷം അവളുടെ സാമ്പത്തിക സ്ഥിതി മികച്ചതായിരുന്നില്ല. മക്കൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ അവളെ കൊണ്ടായില്ല. അവളുടെ അയൽവാസിയായ ഹർപ്രീതിന്റെ വീട് കടന്നു പോകുമ്പോൾ ഉള്ളിൽ അവൾക്കൊരു അസൂയ തോന്നാൻ തുടങ്ങി. ഈ അസൂയ പതിയെ പതിയെ വെറുപ്പായി മാറാൻ തുടങ്ങി. അതേസമയം നീലത്തിന്റെ വീട്ടിലും സ്ഥിരം പുറത്തു നിന്നുള്ളവരുടെ വരവും പോക്കുമുണ്ടായിരുന്നു. അവൾ വിവാഹമോചിതയായതിനാൽ ചുറ്റുമുള്ള ജനങ്ങളിൽ അവളുടെ സ്വഭാവത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരാൻ തുടങ്ങി. അങ്ങനെ ഒരു ഘട്ടത്തിൽ നീലം ആ പ്രദേശം വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് മാറി താമസിക്കാൻ തീരുമാനിച്ചു. അവൾ അതിനായി ഒരു വീടും കണ്ടെത്തി. 2021 നവംബർ മാസം 28 ഉച്ചയ്ക്ക് ഏകദേശം 2:15 നീലം സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് മാറാൻ തയ്യാറെടുക്കുകയായിരുന്നു. പക്ഷെ ആ വീട് വിട്ട് ഇറങ്ങുന്നതിൽ അവൾക്ക് സന്തോഷമുണ്ടായിരുന്നില്ല. ആ പ്രദേശം വിട്ടു പോകാൻ അവൾക്ക് താല്പര്യമേ ഇല്ലായിരുന്നു. ആ നിമിഷമായിരുന്നു വളരെ ക്രൂരമായ ചിന്തകൾ അവളുടെ മനസ്സിൽ തോന്നാൻ തുടങ്ങിയത്. വീട് വിട്ട് ഇറങ്ങുന്നതിന്റെ നീരസം എല്ലാവരോടും പ്രതികാരമായി തീർക്കാൻ അവൾ ആഗ്രഹിച്ചു. അങ്ങനെ അവൾ വീട്ടിൽ നിന്നും ഇറങ്ങിയപ്പോൾ ദിൽറോസ് അവരുടെ വീടിന് മുന്നിൽ നിന്ന് കളിക്കുന്നത് കണ്ടു. പ്രതികാര ചിന്തയുമായി നടന്ന അവൾക്ക് ഹർപ്രീതിന്റെ കുടുംബത്തിന് ഒരു പാഠം നൽകണമെന്ന് തോന്നി. പെട്ടെന്ന് തന്നെ നീലം അവളുടെ സ്കൂട്ടർ പുറത്തേക്കെടുത്ത് ദിൽറോസിനെ അതിൽ കയറ്റി. ഇവിടെ മുതലാണ് ഈ കൊലക്കേസ് ആരംഭിക്കുന്നത്. ആന്റി എന്ന് ആ കുഞ്ഞ് അവളെ വിളിക്കാറുണ്ട്. ആ പാവം കുഞ്ഞ് അറിഞ്ഞിരുന്നില്ല നീലത്തിനൊപ്പം സ്കൂട്ടറിൽ യാത്ര ചെയ്യുന്നതിന്റെ മറുവശത്ത് ദേഷ്യവും വെറുപ്പുമുണ്ടെന്ന്. അങ്ങനെ കുറെ ദൂരം യാത്ര ചെയ്ത് ഒരു ഇടവഴിയിലേക്ക് കയറി. ദൂരെ ആരുമില്ലാത്ത സ്ഥലമാണെന്ന് നീലത്തിന് മനസ്സിലായി. അവിടെ ഒഴിഞ്ഞ പ്ലോട്ടിലേക്ക് കൊണ്ടുപോയി. അടുത്ത് തനിക്ക് എന്ത് സംഭവിക്കും എന്ന് പോലും അറിയാത്ത ആ നിഷ്കളങ്കയായ കുഞ്ഞിനെ അടുത്ത് കിടന്നിരുന്ന ഇഷ്ടിക കൊണ്ട് തലയിൽ അടിച്ചു. കുഞ്ഞിന്റെ തലയിൽ നിന്നും ചോര വന്നു തുടങ്ങി. കുഞ്ഞ് കരയാൻ തുടങ്ങിയപ്പോൾ അവൾ വായിൽ ചെളിയും മണ്ണും നിറച്ച് താഴെ തള്ളിയിട്ടു. ജീവനോടെ കുഴിച്ചു മൂടുകയും ചെയ്തു. പോസ്റ്റ്മോർട്ടത്തിലും ഇതേ കാര്യം തന്നെയാണ് വെളിപ്പെട്ടത്. ഇത് കേട്ട് പോലീസുകാർക്ക് പോലും വിശ്വസിക്കാൻ സാധിച്ചില്ല. ഒരു കുഞ്ഞിനെ കൊല്ലാനുണ്ടായ കാരണം നീലത്തിന്റെ വായിലെന്ന് പറഞ്ഞത് കേട്ടപ്പോൾ ഹർപ്രീത് ആയിരുന്നു അത്ഭുതപ്പെട്ടു പോയത്. നീലത്തിന്റെ ദുഷ്ട മനസ്സ് അനാവശ്യമായി അസൂയപ്പെട്ടു. ആ ദേഷ്യം കൊച്ചു കുഞ്ഞിനെ ഇരയാക്കി. അങ്ങനെ ഈ കേസ് പല വർഷങ്ങൾ നീണ്ടു. 2024 ഏപ്രിൽ 12 ലുധിയാനയിലെ സെക്ഷൻ കോടതിയിൽ നീലത്തിനായിട്ടുള്ള വിധി വന്നു. കോടതി അവൾക്ക് വധശിക്ഷ വിധിച്ചു. കൂടെ ജഡ്ജ് ഒരുപാട് കാര്യങ്ങൾ കൂട്ടിച്ചേർത്തു. താൻ വിശ്വസിച്ചിരുന്ന ആന്റി തന്നെ തട്ടിക്കൊണ്ടുപോയതാണെന്ന് ആ കുട്ടിക്ക് അറിയില്ലായിരുന്നുവെന്നും തന്റെ ജീവിതം ഉടൻ തന്നെ അവസാനിക്കുമെന്നും അവൾക്ക് അറിയില്ലായിരുന്നുവെന്നും കോടതി കൂട്ടിച്ചേർത്തു. വാസ്തവത്തിൽ ഈ 2-3 വയസ്സുള്ള കുട്ടിക്ക് ജീവിതത്തെക്കുറിച്ചോ മരണത്തെക്കുറിച്ചോ ഒന്നും തന്നെ അറിയില്ല. കുറ്റവാളിയായ നീലം അവളുടെ വായിൽ മണൽ തിരികുകയും തലകീഴായി ഒരു കുഴിയിൽ കുഴിച്ചിടുകയും ചെയ്യുമ്പോൾ അവൾ ആകെ ആശയക്കുഴപ്പത്തിലായിരുന്നിരിക്കണം. പ്രായപൂർത്തിയാകാത്ത ഒരു കുഞ്ഞിനോട് കാണിച്ച വിശ്വാസ വഞ്ചനയാണെന്ന് പറഞ്ഞു. തന്റെ പൈശാചികവും വിചിത്രവുമായ ആഗ്രഹം നിറവേറ്റുന്നതിനായി വിശ്വസ്ത സ്ഥാനം വഹിക്കുകയും മുൻകൂട്ടി ആസൂത്രണം ചെയ്ത രീതിയിലും ദുരുപയോഗം ചെയ്യുകയും ചെയ്തു. അപൂർവങ്ങളിൽ അപൂർവമായ കേസ് വിഭാഗത്തിൽ ഇത് പെടുന്നു. കൊച്ചു പെൺകുഞ്ഞിനെ ജീവനോടെ കുഴിച്ചുമൂടിയതിന്റെ മുഴുവൻ പ്രവൃത്തിയും മാനുഷിക മൂല്യങ്ങൾക്കുള്ള മുറിവാണ്. ഈ പ്രതികാരണം അയൽവാസികളോടുള്ള വിശ്വാസവും മനുഷ്യത്വത്തിലുള്ള വിശ്വാസവും തകർന്നു. ദിൽറോസ് കൗറിന്റെ കുടുംബത്തോടുള്ള അസൂയ, അപകർഷാബോധം, വിദ്വേഷം എന്നിവ കൊണ്ടാണ് പ്രതിയായ നീലം ക്രൂരമായ മാനസികാവസ്ഥ അഴിച്ചുവിട്ടത്. കുറ്റാരോപിതയായ നീലം സമൂഹത്തിന് ഒരു വിപത്താണ്. കുറഞ്ഞ ശിക്ഷ ഇരയോടും അവളുടെ കുടുംബത്തോടും മാത്രമല്ല, സമൂഹത്തിന്റെ കൂട്ടായ മനസാക്ഷിയോട് ചെയ്യുന്ന കടുത്ത അനീതിയാണെന്നും കോടതി പറഞ്ഞു. ഇങ്ങനെയായിരുന്നു അവൾക്ക് വധശിക്ഷ കോടതി നൽകിയത്. ഈ വിധി കേട്ടതും നീലം കോടതിയിൽ പൊട്ടിക്കരയാൻ തുടങ്ങി. തന്റെ മക്കൾക്ക് ഇനി ആരുണ്ട്? തന്റെ മക്കളുടെ അവസ്ഥ ഇനി എന്ത്? അവരെ ആര് നോക്കുമെന്ന് പറഞ്ഞ് അവൾ കരയാൻ തുടങ്ങി. അവൾക്ക് മക്കളോട് ഇത്രയധികം സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ മറ്റൊരാളുടെ മകളെ ഇത്ര ക്രൂരമായി കൊല്ലാൻ അവൾക്ക് തോന്നുമായിരുന്നില്ല. ഈ ഒരു കേസിലൂടെ നമ്മൾ പഠിക്കേണ്ടത് ആരെയും വിശ്വസിക്കരുത്. നിങ്ങൾക്ക് ആപത്തുണ്ടാക്കുന്നത് നിങ്ങളുടെ അയൽവാസികളോ നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലുമോ ആകാം. സ്വന്തം കുടുംബത്തെ അല്ലാതെ ആരെയും വിശ്വസിക്കരുത്. എപ്പോഴും ജാഗ്രതയുള്ളവരായിരിക്കണം. എന്തെങ്കിലും ഒരു സംഭവം കണ്ട് നിങ്ങൾക്ക് സംശയം തോന്നിയാൽ അത് അവഗണിക്കരുത്. നിങ്ങളുടെ ഒരു ജാഗ്രത
ഒരു ജീവൻ രക്ഷിച്ചേക്കാം. ഈ കേസിലെ സെക്യൂരിറ്റി ഒരല്പം ജാഗ്രതയോടുകൂടി പെരുമാറിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ദിൽറോസ് ഇന്ന് ജീവനോടുകൂടി ഉണ്ടാകുമായിരുന്നു. ഈ ഒരു കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.